എൻ്റെ എത്രയും പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, 2025 കുംഭരാശിക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വർഷഗ്രഹങ്ങളായ ഗുരു, അതുപോലെ തന്നെ ശനി, രാഹു, കേതുക്കൾ ഇവയുടെ പ്രഭാവമാണ് മെയിനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഗോചരങ്ങളിൽ സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഗോചരം എന്ന് പറയുന്നത് ഒരു 30% മുതൽ 40% വരയ്ക്കുമേ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുകയുള്ളൂ. ബാക്കി ഒരു 30 മുതൽ 40 വരയ്ക്കും നമുക്ക് നമ്മുടെ ജന്മജാതകത്തിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് കാണിക്കുന്നത്. പിന്നെ ദശാബുദ്ധിയാണ് കാണിക്കുന്നത്. കുറച്ച് ഒരു 5% മുതൽ 10% വരെ ദൈവാനുഗ്രഹവുമാണ് കാണിക്കുന്നത്. സോ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സിംഗ് ആയിരിക്കും നമുക്ക് കുംഭരാശിയിലെ ഈ വർഷം അനുഭവിക്കുന്നത്. എന്നാലും ഗോചരാവസ്ഥ, അതായത് പൊതു സ്വഭാവത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് കുംഭരാശി വെച്ച് നമുക്ക് നോക്കാം. കുംഭരാശിയിൽ ഗുരുഭഗവാൻ ഇപ്പം നിൽക്കുന്നത് വന്നിട്ട് ഇടവരാശിയിലാണ്. ആണെങ്കിലും ഈ ഇടവരാശിയിൽ നിൽക്കുന്ന ഗുരുഭഗവാൻ വക്രഗതിയിലാണ് നിൽക്കുന്നത്. അത് നമുക്കറിയാമല്ലോ. വക്രഗതിയിലുള്ള ഗുരുഭഗവാൻ എപ്പോഴും വന്നിട്ട് ശരിക്കും മേടത്തിൻ്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ മുൻവശത്തുള്ള മേട സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. അത് 3-ാം ഭാവത്തിലുള്ള ഗുരുഭഗവാന്റെ സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ഏകദേശം മെയ് 1 വരയ്ക്കും അതായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം എന്നിവയിലൊക്കെ ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകും. പിന്നീട് അത് ഗുരുഭഗവാൻ പതുക്കെ പിന്നെ കുംഭരാശിയുടെ 5-ാം ഭാവത്തിലേക്ക് പോകുന്നതായിരിക്കും. ഈ 5-ാം ഭാവത്തിലുള്ള ഗുരുഭഗവാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള അനുഭവങ്ങളെല്ലാം പോസിറ്റീവായിരിക്കും. അവരെ കൊണ്ട് നമുക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിത്തരും. അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ ജന്മ സുഹൃതങ്ങൾ, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് കിട്ടും. ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും, മനസ്സന്തോഷം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഗുരുവിൻ്റെ 5-ാം ഭാവത്തെ കാണിക്കുന്നു. അടുത്തത് നമ്മുടെ ശനി ഭഗവാൻ. തീർച്ചയായിട്ടും ശനി ഭഗവാൻ ഒരു മുഖ്യ സ്ഥാനമാണ് കുംഭരാശിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ശനി ഭഗവാനാണ് കുംഭരാശിയുടെ അധിപൻ. അതുകൊണ്ട് തന്നെ 7.5 ആണ്ട് ശനി നടക്കുകയാണെങ്കിൽ കൂടി തന്നെ, അതായത് ജന്മശനി നടക്കുകയാണെങ്കിൽ കൂടി സ്വന്തം ഗ്രഹത്തിൽ, അതായത് കുംഭരാശിക്കാർക്ക് സ്വന്തം അതിൻ്റെ ഗ്രഹനാഥനാണല്ലോ ശനി ഭഗവാൻ. അതുകൊണ്ട് മറ്റ് രാശികളിൽ കൊടുക്കുന്ന അത്രയും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാക്കില്ല. ഒരു 30 മുതൽ 40% വരെ ശനിയുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ കുംഭരാശിയെ സംബന്ധിച്ചോളം അനുഭവിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഈ സമയത്ത് വ്യക്തിത്വ വികസനവും ആത്മവിശ്വാസവും കഠിന പരിശ്രമങ്ങളും ആവശ്യമാണ്. പിന്നെ അത് മീനരാശിയിലേക്ക് ഏകദേശം മാർച്ച് 29 മുതൽ ശനി മീനത്തിലേക്ക് മാറും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ധനത്തിൽ നിയന്ത്രണം വേണം. കുടുംബ ബന്ധങ്ങളിലും ഭാഷയുടെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സംസാരിക്കുന്നത് കുറച്ച് സൂക്ഷിച്ച് നന്നായിട്ട് വർത്തമാനം പറയണം. അല്ലെങ്കിൽ നമുക്ക് നിറയെ ശത്രുക്കൾ ഉണ്ടാകാനും ഒക്കെ ഈ മീനരാശിയിലേക്കുള്ള ശനി ഭഗവാന്റെ മാറ്റം നമുക്ക് സംഭവിക്കാനിടയുണ്ട്. ഇനി അടുത്ത മുഖ്യമായിട്ടുള്ള 2 ഗ്രഹങ്ങൾ രാഹു, കേതുക്കളാണ്. രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവവും 2025 ഒക്ടോബർ 31 വരെ ഇങ്ങനെ ആയിരിക്കും. അതായത് രാഹു മീനത്തിലും കേതു കന്നിയിലും ആയിരിക്കും. ആ സമയത്ത് ധനവും പിന്നെ ചില പരമ്പരകളായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ പൂർവികരായുള്ള പ്രശ്നങ്ങൾ, അതും ഒക്കെ രാഹു തരും. അതുപോലെ പിന്നെ ഒക്ടോബർ 31 ശേഷം യഥാക്രമം 1-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും രാഹുവും കേതുവും മാറും. ഇത് വന്നിട്ട് നല്ല വ്യക്തിത്വ വികസനം, അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സാധിക്കൽ, തനതായ ആഗ്രഹങ്ങൾ എന്നിവയൊക്കെ സംഭവിക്കും. വിവാഹം, ബിസിനസ് പങ്കാളിത്തം ഇതൊക്കെ വീട്ടിൽ സംഭവിക്കും. നല്ല മംഗളകാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ജോലി, ധനം, ബിസിനസ് എന്നിവയിൽ നമുക്ക് മാർച്ച് 2025 വരെ ശനിയുടെ ഗതി കുറച്ച് മന്ദഗതിയായ മാറ്റങ്ങളാണല്ലോ ശനി ഉണ്ടായിരിക്കുന്നത്. അതായത് ജന്മത്തിലാണല്ലോ. അതുകൊണ്ട് ജാഗ്രതയും ആസൂത്രിത പ്രവർത്തനവും ആഭ്യന്തര നേട്ടവും ആവശ്യമാകും. അതായത് കുറച്ച് ആസൂത്രിതമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും മാർച്ച് 25 വരെ. അലസമായിട്ടൊന്നും വർക്ക് ചെയ്യരുതെന്നർത്ഥം. അതുപോലെ മെയ് മുതൽ പിന്നെ 4-ാം ഭാവത്തിൽ ഇപ്പോൾ നമ്മുടെ ഗുരു ഉണ്ടല്ലോ, അത് വിരുന്നുകാർ, കുടുംബശ്രേണികളുടെ ഐക്യം, നല്ല വ്യാപാരം എന്നിവ നമുക്കുണ്ടാക്കും.
അതുപോലെ ഒക്ടോബർ മുതൽ രാഹുവിൻ്റെ ഗതി വലിയ ധനകാര്യ സ്വപ്നങ്ങളോ തിരക്കുകളോ സൃഷ്ടിക്കുക. അതായത് നല്ല ഓക്കെ നമ്മൾ വെൽ ഓഫ് ആകും എന്ന് പറഞ്ഞാൽ കുറച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊക്കെ കുറച്ച് നല്ല ബെറ്ററായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് ധനകാര്യമായിട്ട് നമ്മൾ ആക്ടിവേറ്റ് ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ ആരോഗ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് ഈ ആരോഗ്യ സംബന്ധമായിട്ട് നമുക്കുണ്ട്. കാരണം ഇപ്പം പറഞ്ഞ പോലെ ശനി ഭഗവാൻ നമ്മുടെ ജന്മശനിയിൽ നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യത്തിനെ പറ്റി ചെറിയ ചെറിയ വേദനകൾ, ശരീരം മുതലൊരു വേദനകൾ, പ്രത്യേകിച്ച് ഇടതുകാലിലുള്ള വേദന, ഇത് അരക്കെട്ടിന് താഴെയുള്ള വേദനകൾ, ഇത് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് എക്സ്ക്രേഷൻസ്, അതായത് നമ്മൾ വെളിയിലേക്ക് തള്ളുന്ന മലം, മൂത്രം, ഇങ്ങനെയൊക്കെയുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയവങ്ങളിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഗുരുവിൻ്റെ മാറ്റം വന്നിട്ട് എപ്പോഴും നമുക്ക് വന്നിട്ട്, അതായത് മെയ് മാസത്തിലൊക്കെ മാറുമെന്ന് പറഞ്ഞില്ലേ, അതോടുകൂടി കുറച്ച് നമ്മുടെ അവസ്ഥകളൊക്കെ കുറച്ചൊരു എല്ലാം ഒരു അലസമായിട്ടുള്ളൊരു ജീവിതം, എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെയൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്ത് മാറ്റം വരാനാ എന്നൊക്കെയുള്ള ചിന്താഗതിയൊക്കെ മാറി കുറച്ച് പോസിറ്റീവ് വൈബ്സ് നമുക്കുണ്ടാകും ജീവിതത്തിൽ. അതുപോലെ രാഹു കുറച്ച് ഇത് ഓട്ടോമാറ്റിക്കായി നമ്മൾ കൂടുതൽ ആക്റ്റീവ് അനുസരിച്ച് രാഹു ആക്ടിവേറ്റ് ആകും. അപ്പോൾ കുറച്ച് പ്രഷറുകളൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മൾ കൂടുതൽ ആധ്യാത്മികവും യോഗ കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്താൽ ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് നല്ല സന്തോഷമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. കുടുംബ ബന്ധങ്ങൾ പൊതുവേ എന്താ പറയുന്നത് സന്തോഷമുള്ളതായിരിക്കും. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. കുടുംബത്തിൽ കുറച്ച് സമാധാനം ഇൻ ടേംസ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ കുറച്ച് സമാധാനം ഒരു കുടുംബ സമാധാനം ഉണ്ടായിരിക്കും. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ആദ്യ പകുതി നല്ലതായിരിക്കും. പിന്നെ ഒക്ടോബറിന് മേലെ കുറച്ച് നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യണം. കാരണം ഈ രാഹുഗതികളുടെ അവസ്ഥ വന്നിട്ട് നമ്മളെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കാൻ ശ്രമിക്കും. കുറച്ച് മെൻ്റൽ പ്രഷർസൊക്കെ തരാൻ നോക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അത് കറക്റ്റ് ചെയ്യുക. അതിനിപ്പോൾ നമ്മൾ എന്തൊക്കെ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 പരിഹാരങ്ങളൊന്ന് ശനിക്കും ഗുരുവിനുമുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞു, ശനിക്ക് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവാൻ അയ്യപ്പനിലേക്ക് പോകാം. അവിടെ വേണ്ടിയ നമ്മുടെ പഞ്ചഭൂതത്തിനനുസരിച്ച്, നമ്മുടെ പഞ്ചഭൂത രാശി അനുസരിച്ച്, പഞ്ചഭൂത രാശിയുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ വേണ്ടിയ കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു, എട്ടിടുന്ന കാര്യം പറഞ്ഞു. 8 ദിവസവും ഒരു രാവിലെ എണീച്ച് കുറച്ച് എട്ടിടുക, എട്ടിടുക, മനസ്സിലായില്ലേ? അതുപോലെ ആ സമയത്ത് ചെരുപ്പ് ധരിക്കാതിരിക്കുക. കാരണം നമ്മുടെ കാലിലൊരു അക്യുപ്രഷർ എന്ന് വെച്ചോളൂ. സയൻസും അസ്ട്രോളജിയും എല്ലാം ഒന്ന് തന്നെയാണ്. കാല് ബെയർ ഫുട്ടിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് കാലിനൊരു അക്യുപ്രഷർ സംഭവിക്കും. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. കാലിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ കാലിൻ്റെ അവസ്ഥയാണ് മെയിനായിട്ട് ശനി ഭഗവാൻ എവിടെ ബാധിക്കുന്നത് വെച്ചാൽ കാലിലാണ് ബാധിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഓട്ടോമാറ്റിക്കായി ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായി പരിഹാരമായി. എല്ലാ അസ്ട്രോളജിയും സയൻസും എല്ലാം നമ്മളൊന്ന് ആലോചിച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളതിനെ കുറച്ച് ഡീപ്പായി ഒരു അലക്ഷ്യമായിട്ട് തള്ളാതെ എട്ടിട്ടാൽ കാര്യം ശരിയാകുമെന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഗുണം? 8 പറയുന്നത് 8 കഴിയുമ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് വന്നിട്ട് പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും പറഞ്ഞതായിട്ട് അവരുടെ ഇതിലുണ്ട്. എന്നാൽ 8 ഇടുന്ന സമയത്ത് നമ്മുടെ എല്ലാ പേശികളും വർക്കാവും. നമ്മുടെ ശരീരത്തിലുള്ള പേശികളെല്ലാം വർക്കാകും. നമ്മുടെ ശരീരത്തിലുള്ള ഞരമ്പുകൾ, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകും. ബെയർ ഫുട്ടിലാണ് നടക്കുന്നതെങ്കിൽ അക്യുപ്രഷർ നടക്കും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ ആക്ടിവേറ്റ് ആക്കും. ശരീരത്തിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, നമുക്ക് വന്നിട്ട് ശനി ഭഗവാന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ വേദനകളൊക്കെ കുറച്ച് കുറയാൻ തുടങ്ങും. കുറച്ച് ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഗുരു ഭഗവാന് പരിഹാരം ചെയ്യുക. പരിഹാരം ഗുരു ദോഷമായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രം പരിഹാരത്തിൻ്റെ കാര്യത്തിന് ആവശ്യമുള്ളൂ. കാരണം ഗുരു തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദൈവവിശ്വാസത്തിൻ്റെയും സാത്വികത്തിൻ്റെയും നമുക്ക് തരുന്ന ദൈവാധീനത്തിൻ്റെയും ഒരു അടയാളമാണ് ഗുരു ഭഗവാൻ. അപ്പം ഗുരു നല്ലതായിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് പ്രത്യേകിച്ച് ഇതിലേലും നമ്മൾ ദിവസം രാമരാമ ജപിക്കുക. അറിയാമല്ലോ രാമരാമയുടെ ഗുണം. രാമരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അറിയാം അല്ലേ? രാമരാമ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കലിസന്ധാരണ മന്ത്രമാണ്. സന്ധാരണ മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാ എന്ന് പറയുന്ന നാരായണനിലെ 2ാമത്തെ പദമായ രായും നമശിവായിലെ 2ാമത്തെ പദമായ മായും ചേർത്താണ് രാമ എന്നുള്ള പേര് വന്നത്. അതൊരു
അത് നമ്മൾക്ക് നമ്മുടെ പിന്നെ നാരദമുനിക്ക് ബ്രഹ്മാവിനാൽ പറയപ്പെട്ട മന്ത്രമാണ്. ഈ മന്ത്രം നമ്മൾ ദിവസവും 18 പ്രാവശ്യം ജപിച്ചാൽ തന്നെ നമ്മൾ പിന്നെ ഭഗവാനെ വിളിച്ചതിന് നമശിവായ വിളിച്ചതിന് സമാനം ഈക്വലായിരിക്കും. അതുകൊണ്ട് അതൊരു വലിയ ശക്തിയാണ്. അത് വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാം. അല്ലാതെ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് പിന്നെ ഇമ്പ്രൂവ് ആകുക നമ്മൾ നെയ്യ് വന്നിട്ട് ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നെയ്യ് കഴിച്ചാലും നമുക്ക് വന്നിട്ട് ഗുരുവിനെ ആക്ടിവേറ്റ് ചെയ്യാം. ദിവസവും ഒരു ചെറിയ സ്പൂൺ നെയ്യ് കഴിക്കുക. ദിവസം രാവിലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് വന്നിട്ട് ഗുരുവിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ വന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കുക. അത് നെയ്യ് കൊഴുപ്പല്ല, പിന്നെ കൊഴുപ്പ് കുറയ്ക്കുക. ഈ ഗുരു നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ കൊഴുപ്പ് കട്ടികളുണ്ടാകും. ഈ കൊഴുപ്പ് കൊണ്ട് പലതരത്തിലുള്ള അറിയാമല്ലോ, ഹാർട്ടിൻ്റെ പിന്നെ ബ്ലോക്ക് ഉണ്ടാകാനും ഒക്കെ സംഭവിക്കാനൊക്കെ ഈ കൊളസ്ട്രോൾ കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഗുരുവിന് നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജാതകത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. ഗുരുവിന് നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കാര്യങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ്. ഗുരുവിന് എന്താണ്? കടല അറിയില്ലേ? നമ്മുടെ എന്താ മൊച്ചക്കടല എന്നൊക്കെ പറയും. ആ കടല വന്നിട്ട് നമ്മൾ വന്ന് ദാനം ചെയ്യുക. അത് വന്നിട്ട് ഗുരുവിന് വലിയ ദാനമാണ്. അതുപോലെ മഞ്ഞ വസ്തുക്കൾ ദാനം ചെയ്യുക. കടലയൊക്കെ വിട്, മഞ്ഞ വസ്തുക്കളില്ലേ, മഞ്ഞ കളറുള്ള അല്ലെങ്കിൽ തേൻ ദാനം ചെയ്യുക, മഞ്ഞൾ ദാനം ചെയ്യുക. മഞ്ഞ വസ്ത്രങ്ങൾ എപ്പോഴും വന്നിട്ട് പിന്നെ അർഹിക്കുന്നവർക്ക് ദാനം ചെയ്യുക. നമുക്ക് പൈസ ഉള്ളവർക്ക് കൊണ്ടുവന്ന് വസ്ത്രം ധരിച്ചാലോ ഭക്ഷണം കൊടുത്താലോ ഒന്നും ആരും അതൊരു ഇതായിട്ട് കണക്കാക്കും. അങ്ങനെയല്ല ദാനം ചെയ്യേണ്ടത്. ദാനം എപ്പോഴും അറിഞ്ഞ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അർഹിക്കുന്നവർക്ക്, അത് കിട്ടിയാൽ സന്തോഷപ്പെടുന്നവർക്ക് ചെയ്യണം. ആ സന്തോഷത്തിലാണ് ആ പരിഹാരം ഇരിക്കുന്നത്. അത് നമുക്ക് പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ല. നമ്മൾ കൊണ്ടുവന്നിട്ട് ഉള്ളവർക്ക് കൊടുക്കുക. ഉള്ളവർക്ക് കൊടുത്തിട്ട് എന്താ ഉള്ളത്? അവരത് അത്ര കാര്യമായിട്ട് എടുക്കത്തില്ല. എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറയും. പക്ഷേ ഇല്ലാത്തവർക്ക് കൊടുക്കാൻ നോക്കുക. അതാണ് ദാനത്തിൻ്റെ. നമ്മുടെ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ദാനം വന്നിട്ട് അറിഞ്ഞ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പറയല്ലേ, കുചേലനാണ് ഭഗവാൻ കൊടുത്തത്. കുചേലൻ ആ അവസ്ഥയിൽ, കുചേലൻ്റെ അവസ്ഥയിൽ വന്ന് കുചേലനെ ഭഗവാനോട് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ കൊടുത്തതല്ലേ? ചോദിക്കുക കൂടെ വേണ്ടില്ല, ഭഗവാനെ പോയി ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ കുചേലന് കൊടുത്തു. അപ്പം അറിഞ്ഞ് മാത്രമേ ദാനം ചെയ്യാവൂ. അല്ലാതെ നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും നല്ല ധനവാനായിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉയർന്ന ആൾക്കാർക്ക് മാത്രം കൊടുത്തിട്ടിരുന്നിട്ട് കാര്യമില്ല. ഇതാണ്. അതുപോലെ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ ജന്മത്തോടെ നമ്മുടെ ലോകം അവസാനിക്കുന്നില്ല. ഇത് നമ്മുടെ ജസ്റ്റ് നമ്മൾ ഒരു ഉടുപ്പിട്ട്, ഒരു വസ്ത്രം ഇട്ട ഒരു ഉടുപ്പ് മാതിരിയാണ്. ആ ഉടുപ്പ് മുഷിയുമ്പോൾ മാറ്റിയിട്ട് അടുത്ത ദേഹി വന്നിട്ട് അടുത്ത ശരീരം എടുക്കും. അപ്പം നമ്മൾ ഈ ജന്മത്തിൽ എല്ലാം വാരിക്കൂട്ടി കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടോ നമ്മുടെ കൊച്ചുമക്കൾക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കില്ല. നമുക്ക് എന്ത് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ദാനമാണ്. നമ്മൾ അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ദാനമാണ് എപ്പോഴും ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് അടുത്ത ജന്മത്തിൽ നമുക്ക് കൂടെ ഉണ്ടാവുക. ദാനശീലം, ആ ഒരു ഗുണം അത് പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ അത് കാണുന്നില്ല. സമൂഹത്തിൽ കൂടുതലും ഉള്ളവർക്ക് മാത്രം കൊടുക്കുക, ഇല്ലാത്തവരെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തവരെ രണ്ടാമത്തെ ഒരു സിറ്റിസൺസായിട്ട് കാണുക. ഇതൊക്കെ ഇവിടെ നമുക്ക് പൊതുവേ കാണാം. മനുഷ്യ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമുക്കിടയിലുള്ള പ്രശ്നങ്ങളും. പിന്നെ എന്താ പറയുന്നത്, ജ്ഞാനപ്പാന വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇതെന്ത് വായിച്ചിട്ടും കാര്യമില്ല. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അത് കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഗുണമുള്ളൂ. ദിവസവും 4 പ്രാവശ്യം വായിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. അത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം, ആ കർമ്മം ചെയ്യണം. അതുപോലുള്ള മനസ്സുണ്ടാകണം. അപ്പോഴേ ഭഗവാൻ വന്ന് കുടിയിരിക്കുകയുള്ളൂ. ഞാൻ വേറെ ഏതൊക്കെയോ സബ്ജക്റ്റിലേക്ക് പോയി. ഞാൻ രാഹുകേതുവിലേക്ക് വരാം. രാഹുകേതുക്കളുടെ സർപ്പദൈവങ്ങളെ പൂജിക്കുക, നമ്മുടെ ധർമ്മദൈവങ്ങളെ പൂജിക്കുക. രാഹുദോഷം മാറും. കേതുവിന് വന്നിട്ട് പിന്നെ ഗണപതി ഭഗവാനെ പൂജിക്കുക. തീർച്ചയായിട്ടും കേതുദോഷം മാറും. ഞാനിപ്പം പൊതുവേ ഇപ്പം നമ്മൾ പറഞ്ഞ കുംഭരാശിക്ക് വന്നിട്ട് 2025 നല്ല സമയമാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.